ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 2 വർഷം കൂടി നാട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങൾ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറ് കൊണ്ടാൻ പോവാ. അത് കഴിഞ്ഞിട്ട് സമയമുണ്ട് പറയാം. ചെക്കിങ്ങിനൊക്കെ ഇച്ചിരി ടൈം എടുത്തുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ സമയം കിട്ടുന്ന പോലെ ചെയ്യാട്ടോ. കേട്ടോ, എയർപോർട്ടിലെത്തിയേ. ഫ്ലൈറ്റിൻ്റെ ഒക്കെ വാല് കാണാം. ഫുഡ് കഴിക്കട്ടെ, സമയമില്ലാത്തതുകൊണ്ടാണ്. കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം നമ്മുടെ സ്മെല്ല് അകത്തില്ലാത്തതുകൊണ്ട് ചേച്ചി ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പം ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് ഓടട്ടെ. അപ്പം ചോറിന് കറി ചിക്കനും അച്ചാറും കൊണ്ടുവന്നേ. പിന്നെ ചേച്ചിൻ്റെ അവിടുന്ന് മീൻ കിട്ടി ഞാൻ വിടൂല. വയനാട് സമയം പോയി, അതുകൊണ്ടാണ്. ഇവിടെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് അല്ല, നമ്മുടെ എത്തിഹാദിനാണ്, പോവുകയാണ്. ഇതാണ് ബെൻ ഗുറിയൻ എയർപോർട്ട്. അതാണ്ട് നമ്മൾ B9 ആണ് നമ്മുടെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അകത്തേക്ക് കയറാൻ പോകുന്നു. ചെക്കിങ്ങും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ സേഫായി. അപ്പോൾ ഇച്ചിരി താമസിച്ചാലും എയർപോർട്ടിൽ എത്താൻ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. 9:20 3 മണിക്കൂർ മുമ്പ് എന്നുള്ളത് ഞങ്ങൾ എത്തിയപ്പോൾ 10 മണി അല്ലേ, 10 മണി ആകാറായില്ലേ, 10 മണി ഏകദേശം ആയിട്ടുണ്ട്. 9:50 ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പോൾ കുറച്ചൊക്കെ താമസിച്ചെന്ന് ഓർക്കും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ആരും പേടിക്കാനില്ല. നമുക്ക് ടെൻഷൻ ആയിരിക്കുമല്ലോ ആദ്യമായിട്ട് പോകുന്നവർക്ക്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, കറക്റ്റ് ടൈമിലെല്ലാം കറക്റ്റ് ടൈമിൽ നടക്കും. അങ്ങനെയല്ല, ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഫ്ലൈറ്റിനകത്തേക്ക് അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ ഫ്ലൈറ്റിൽ കയറി. എനിക്കും എൻ്റെ ഫ്രണ്ടിനും അടുത്തടുത്ത് സീറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ പറന്ന് ഉയർന്നിരിക്കുന്നു. അപ്പോൾ മോളിൽ നിന്ന് ഉള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എന്താ പറയുക, നല്ല മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതിൽ തോന്നിയത് ഫ്ലൈറ്റിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, താഴെ റോഡ് കാണുന്നില്ലേ, അതിങ്ങനെ കയറ്റം കയറി വണ്ടി വരുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. എനിക്കിനി തല കറങ്ങിയതാണോ എന്താ സംഭവം എന്നറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇപ്പം നോക്കിയാൽ ആ ആകാശവും ആ മേഘവും നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ആ ചിറകിൻ്റെ തൊട്ട് പുറകത്തെ സീറ്റിലായിരുന്നു. അതുകൊണ്ട് ആ ചിറക് മൊത്തമായിട്ട് കാണുന്നു കേട്ടോ. ഇതാണ്ട് നല്ല തൂവെള്ള കളറിലുള്ള മേഘങ്ങൾക്കിടയിലൂടെ ഇത് കണ്ട മേഘം നിൽക്കുന്നത്. തൊട്ടില്ല ഒരിതില്ല സിനിമ നടൻ്റെ നല്ല രസമില്ല. അത് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്ത് രസമാണ് കാണാൻ. ഇത് കാണുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഇതില്ലേ, ഗ്ലോബ് അതുപോലെ ഇല്ലേ, നല്ല രസം. ഇത് കണ്ടോ, തൊട്ടില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് എത്തിഹാദാണ്. വന്നിട്ടുണ്ട് കാണിച്ചത്. അപ്പം അതിൻ്റെ കൂടെയുള്ളത് ചെറിയൊരു ബന്നുണ്ട്. പിന്നെ സ്വീറ്റ് ഐസ്ക്രീം ആണ്, ഐസ്ക്രീം. പിന്നെ വന്നിട്ടുള്ളത് ഫ്രൂട്ട് സലാഡ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, വെള്ളം. I can check later for you, but for now I don't have. Is chicken okay? No chicken. പിന്നെ ഞങ്ങൾ ചിക്കനാണ് പറഞ്ഞത്. പിന്നെ സ്പൂൺ, അത് തുറന്നിട്ട് വരും. ഫോർക്ക്, നൈഫ്, vegetables.
കുഴപ്പമില്ല. Just right. It's for you. Tasty one. സാലഡ് കഴിക്കാം. അതിനകത്ത് വൻപയറുണ്ട്, ചോളമുണ്ട്, തക്കാളി ഉണ്ട് അല്ലേ, പിന്നെ പച്ച ക്യാപ്സിക്കം അല്ലേ, കിവിയല്ല ക്യാപ്സിക്കമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ബട്ടറാണ് ബന്നിൻ്റെ കൂടെ കഴിക്കാൻ. ഇങ്ങനെ അവസാനമായിട്ട് നമ്മളിത് ഐസ്ക്രീം കഴിക്കുന്നു. നല്ല ടേസ്റ്റ്. ഐസ്ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് കേട്ടോ. ഫസ്റ്റ് ചെക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഫ്ലൈറ്റ് കയറാനുള്ളത്. D46 ആണ് എൻ്റെ ഗേറ്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. എടി വീഡിയോ എടുക്കുന്നില്ലേ എടി? നല്ല രസമില്ലേ? പോയിട്ടോ, ഞാൻ കട്ട് ചെയ്തു. നിന്നെ കണ്ടോ? ആര്? വീഡിയോയിൽ കണ്ടു ഞാൻ കട്ട് ചെയ്തോളാം. സൗണ്ട് ഒന്നും കുഴപ്പമില്ലല്ലോ. 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ. ഞങ്ങളൊന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അപ്പം ഫസ്റ്റ് ചെക്കിങ് കഴിഞ്ഞു. അബുദാബിയിലെത്തി ഇറങ്ങി. കണ്ടോ, D ആണ് എൻ്റേത്. ഗേറ്റ് D ആണ്. പിന്നെ എനിക്കും എൻ്റെ ഫ്രണ്ടിനും D കിട്ടിയേക്കുന്നത്. അവർ എയിലേക്ക് പോയി. ഇവിടെ നമ്മൾ ഇനിയും പോകണം. നിനക്ക് എത്രയാ? 45. എനിക്ക് 46. ഇവിടെ ഇങ്ങോട്ട് 43. മറ്റേത് നേരെ പോകണം. ഉണ്ടോ? എൻ്റെ ഫ്രണ്ടിൻ്റെ 45, എൻ്റെ 46 ആണ്. നീര് ഇവിടെയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ 45 ആണ്. D45. എനിക്ക് D46A ആണ്. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വഴി തെറ്റിപ്പോയതൊന്നും ആയിരിക്കില്ല അല്ലേ? ഒരൊറ്റ വ്യക്തികളില്ല, ഞങ്ങൾ തന്നെയുള്ളൂ. 2.5 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എത്തിഹാദ് ഫ്ലൈറ്റിൽ ഇസ്രായേലിൽ നിന്ന് അബുദാബിയിലേക്ക് 2.5 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. 12:20 ഫ്ലൈറ്റ്. പിന്നെ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിയപ്പം 12:49 കറക്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈമിങ് ഇസ്രായേലിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്തെ സൺസെറ്റ് ഉണ്ട്. ടൈം ഞങ്ങളുടെ ഫോണിൽ 3:23. അപ്പോൾ മനസ്സിലായി ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. ഇതാണ് എൻ്റെ ഇത് D46. പക്ഷേ ഈ സൈഡിലെങ്ങും ഒരൊറ്റ ആൾക്കാരില്ലല്ലോ. ഉണ്ടോ? ശൂന്യമായി കിടക്കുന്നു. അപ്പോൾ ആരോടെങ്കിലും വരുമ്പോൾ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അബുദാബിയിലെ ഇസ്രായേൽ ടൈം തമ്മിൽ 2 മണിക്കൂർ വ്യത്യാസമാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ ടൈം 4:10. അപ്പോൾ ഒരു വ്യക്തി വന്നപ്പോൾ ചോദിച്ചു സമയം 6:10. അപ്പോൾ ബോർഡിംഗ് ടൈം പറഞ്ഞേക്കുന്നത് 9:15 ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആളില്ലാത്ത. വളരെ ആൾക്കാർ കുറവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റേത് ഇവിടെ ഇരുന്നാൽ മതി. പക്ഷേ എനിക്കുള്ള സ്ഥലത്ത് ആൾ തുറന്നിട്ടില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. 3 സമയമുണ്ടല്ലോ. 3, 6, 7, 8, 9 മണിക്കൂറോളം സമയമുണ്ട്. അപ്പോൾ നമുക്ക് വെല്ലം ഒന്ന് ചുറ്റിയിട്ട് വരാം. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, വിജനമായ സ്ഥലം അവിടെ. അപ്പോഴാണ് ഇസ്രായേലിൽ സൈറൺ ഫോണിൽ അലാം വന്നത്. ഇപ്പോൾ സൈറൺ വന്നിട്ടുണ്ട്. എയർപോർട്ട് സിറ്റി കാണിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലായിരിക്കും. എന്തായാലും സൈറൺ ഇവിടെ അടിച്ചിട്ടുണ്ട് ഫോണിൽ. അബുദാബിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ടൈമിങ് ഫോണിലേക്ക് സെറ്റാകാൻ വേണ്ടി ഇച്ചിരി ടൈം എടുത്തു. അത് കഴിഞ്ഞ് ശരിയായിരുന്നു. ബാംഗ്ലൂർ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നായിരുന്നു. കുറച്ച് ടൈം താമസിക്കുന്നേ ഉള്ളൂ ആ ടൈം സെറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കരുത്, വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഫോൺ ഞാൻ കട്ട് ചെയ്തായിരുന്നേ. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നവംബർ 12-നാണ്.
അപ്പം ഞങ്ങൾ അബുദാബിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇന്ന് റോക്കറ്റ് ഫയർ ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ എയർപോർട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ സേഫായിട്ട് അബുദാബിയിലെത്തി. അപ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി. പിന്നെ രാവിലത്തെ കാര്യം പറയാം. രാവിലെ താമസിച്ചാണ് ഇറങ്ങിയത്. 9:20 3 മണിക്കൂർ മുമ്പ് എത്തണമല്ലോ എയർപോർട്ടിൽ. അപ്പം 12:20 ഫ്ലൈറ്റിന് 9:20 എത്തണ്ടേ. ഞങ്ങളെന്തായാലും 9:50 ആയപ്പോൾ എയർപോർട്ടിലെത്തി. ഞാൻ 9:50 എത്തിയേ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം കറക്റ്റ് സമയത്ത് എല്ലാം ശരിയായി. ഇച്ചിരി താമസിച്ചാലും പേടിക്കാനൊന്നും ഇല്ലല്ലോ. എല്ലാം എയർപോർട്ടിനകത്ത് കയറി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ആദ്യത്തെ ചെക്കിങ് ഉണ്ടല്ലോ, സെക്യൂരിറ്റി ചെക്കിങ് ചെല്ലാണ്ട് ഞങ്ങൾ നേരെ അതിലേക്ക് കടന്നു നിന്നു. അവിടെ ചെന്ന് ക്യൂ നിന്ന് മുമ്പിലെത്തിക്കഴിഞ്ഞപ്പോൾ അവരൊന്ന് സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടെന്ന്. വീണ്ടും അതേപടി തിരിച്ച് വന്നു. അപ്പോൾ ആദ്യമായിട്ടാണ്. മറ്റേ നമ്മൾ ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നതാണ്. ഇപ്പോൾ ഇസ്രായേലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരുടെയും കൂടെ പോയിരുന്നു, എവിടെ എല്ലാവരും പോകുന്നു, പുറകെ പോകുന്നു. അത്ര ഫ്ലൈറ്റിൽ കയറി നമുക്കും വലിയ പരിചയമില്ല. എവിടെയും പോകേണ്ട അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പം ഞങ്ങൾക്ക് മുമ്പ് പോയാലും അവസാനം ഞങ്ങളെല്ലാവരും കൂടെ അടുത്ത ചെക്കിങ്ങിന് ഒന്നിച്ചായി. അപ്പോൾ പിന്നെ താമസിച്ചു പോയതുകൊണ്ട് ഒരു പ്രശ്നം അങ്ങനെ ആയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ ചോറുണ്ടോ, അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ കണ്ടുപിടിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലിൽ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമെന്ന് എല്ലാവരും പറയുമല്ലോ. അപ്പം അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു, ഇതൊക്കെ ചോദിക്കുമോ, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ടെൻഷനൊക്കെ കഴിഞ്ഞ് അത്രയൊന്നും വന്നില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി അവിടെ പോയി ക്യൂ നിന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പാസ്പോർട്ട് അവിടെ കൊടുത്തിട്ട് വന്നു. അവൾ പാസ്പോർട്ട് കൂടെ എടുത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടാണ് മുമ്പിൽ പോയത്. അപ്പോൾ അവളോട് പാസ്പോർട്ട് ചോദിച്ചു. അവളവിടെ എടി നീ പാസ്പോർട്ട് കൊടുക്ക്, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ബാഗ് അവിടെ വെച്ചിട്ട് ഓടി. അപ്പോൾ ചെക്കിങ്ങിന് നിന്ന് ആൾ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ പാസ്പോർട്ട് ചോദിച്ചത് ഇവൾ ഓടിക്കളഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. ആണോന്ന് ചോദിച്ചു. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുന്നു. വേറെ ഒന്നും ചോദിച്ചില്ല. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. അത്രേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും അധികം ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഇൻഷുറൻസ് കാർഡ് ചോദിച്ചു, പാസ്പോർട്ടും, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ചിലരുടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, കുഴപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വലിയ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തത് കിഴക്കൻ ഹോളിഡേയ്സിൽ നിന്നാണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യത്തിലും എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 2 ആഴ്ച മുമ്പെങ്ങാണ്ട് എടുത്ത ടിക്കറ്റ്. അതിൽ 2 പ്രാവശ്യം ടൈം ചേഞ്ച് ചെയ്യുന്നു. ആദ്യത്തേത് 1:55 പിന്നെ 12:20 അത് 2 ടൈമിലും അവർ കറക്റ്റ് ടൈമായിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. പിന്നെ കറക്റ്റ് ടൈമിൽ വിളിച്ച് അപ്പം തന്നെ കിട്ടുമായിരുന്നു. പിന്നെ ടിക്കറ്റും ബോർഡിംഗ് പാസും എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇട്ട് തന്നു. നല്ല സർവീസായിരുന്നു. പിന്നെ എന്താ പറയാനുള്ളത്? അപ്പം അത്രയൊക്കെ ഉള്ളൂ. വെളുപ്പിന് 3 മണിയാകുമ്പം ബാംഗ്ലൂർ എത്തും. അപ്പം പിന്നെ ഓക്കെ. അങ്ങനെ ഇസ്രായേൽ മുതൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ അബുദാബി വരെയുള്ള വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അബുദാബി ചെന്ന് കഴിഞ്ഞ് വേറെ ഫ്ലൈറ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് കൂടിയില്ല. അപ്പോൾ ഒരാൾ കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. പിന്നെ ആകെ ടയേർഡായി, മൊത്തം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ എടുത്തത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനിപ്പോൾ ലെങ്ത് ഒത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ചേട്ടായിരുന്നു എന്നെ ബാംഗ്ലൂർക്ക് കൂട്ടാൻ വന്ന്. അവിടെ നിന്ന് ഒത്തിരി ഉണ്ടായിരുന്നു വയനാട്ടിലേക്ക് ട്രാവലിങ്. അങ്ങനെ ഓൾമോസ്റ്റ് മൊത്തമായിട്ടും അടുത്ത് പോയി. പിന്നെ ഞാൻ അവിടെ വനം എത്തിയപ്പോഴാണ് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ബാക്കിയെല്ലാം ഉൾക്കൊള്ളിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.